ഹലോ, നമ്മുടെ മഴ തോരും മുൻപേ സീരിയലിൻ്റെ നല്ല അടിപൊളി വമ്പൻ ട്വിസ്റ്റ് നാളത്തെ വിശേഷമാണ്. നമുക്കൊന്ന് നോക്കിയാലോ. നമ്മുടെ വൈജയന്തിക്ക് ഒരു രക്ഷയില്ല കേട്ടോ, നിൽക്കാനും പറ്റില്ല. എന്ത് ചെയ്യണം, തനിക്ക് ഇങ്ങനത്തെ ഒരു അവസ്ഥ വന്നു പോയല്ലോ എന്നോർത്ത് വൈജയന്തി ആകെ സങ്കടപ്പെട്ട് ഭ്രാന്ത് പിടിച്ച് നടക്കുകയാണ്. ഒരു ഭ്രാന്തി എങ്ങനെ നടക്കും അതുപോലെ. കാരണം എന്ന് വെച്ചാൽ തൻ്റെ ആങ്ങളെ കൊണ്ടുവന്ന് അവളെ വലിച്ചെഴച്ച് റോഡിൽ കൊണ്ടുവന്ന് കളഞ്ഞിട്ടും അവളെയും വിളിച്ചുകൊണ്ട് തിരിച്ചു കൊണ്ടുവന്ന് ഒരു മകളാണ് എന്ന് പറഞ്ഞ് മൂത്ത മകളാണ് എന്നൊരു പേരും കൂടെ കൊടുത്ത് ഇപ്പം അച്ചാന്നും കൂടെ വിളിപ്പിക്കാനുള്ള പെർമിഷൻ കൊടുത്തേക്കണം. അപ്പോൾ ഇതൊക്കെ കണ്ടിട്ട് വൈജയ്ക്ക് ഒരു രക്ഷയില്ല. അങ്ങനെ അമ്മയുടെ റൂമിൽ പോയിട്ട് മുത്തശ്ശിയായിട്ട് കുറേ കാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞു. മുത്തശ്ശി മൊത്തം വൈജി തന്നെയാണ് കുറ്റപ്പെടുത്തുന്നത്. ബാലചന്ദ്രൻ ഒരു കാര്യമില്ലാണ്ട് ബാലചന്ദ്രൻ അങ്ങനെയൊന്നും പോകുന്ന ആളല്ല. അപ്പോൾ പറഞ്ഞു അതാണോ ഇപ്പം വീണ്ടും അവളെ കൊണ്ടുവന്നത്. ഇയാൾക്ക് എന്താണ് ഇവളുടെ കാര്യത്തിൽ ഇത്രയും ഇത്. മൂന്ന് മക്കളിൽ ഏറ്റവും മൂത്ത ഇനിയുള്ള ആൾ ഇത് 4 മക്കളെന്ന സ്ഥാനം. അപ്പോൾ ഇതൊക്കെ കേട്ടിട്ട് വൈജയ്ക്ക് ഈ വീട് വിട്ട് ഇറങ്ങി പോയാലോ എന്നുള്ള ചിന്തയാണ്. അപ്പം മുത്തശ്ശി പറയുന്നുണ്ട്, നീ ഇപ്പോൾ ആവശ്യമില്ലാത്ത ഒന്നും ചിന്തിക്കേണ്ട, ഒന്ന് സമാധാനപ്പെട്. നമുക്ക് എന്താണ് കാര്യങ്ങളൊക്കെ ഏതുവരെ പോകുന്നു, ഇനി എന്തറിയാൻ, ഇനിയിപ്പോൾ അവൾക്ക് അധികാരം, ഇനി ഞാൻ അവൾക്ക് വെച്ച് വിളമ്പി കൊടുക്കണമെന്ന്. വൈജയന്തി അതിന് 10 ജന്മം ജനിക്കണം ഇനി അവൾക്ക് വെച്ച് വിളമ്പി കൊടുക്കണമെന്ന്. അത് കഴിഞ്ഞ് മുത്തശ്ശി അമ്മയുടെ റൂമിൽ നിന്ന് ഇറങ്ങി നേരെ റൂമിലോട്ട് പോകണം കേട്ടോ. അപ്പം ബാലേന്ദ്രൻ ബെല്ലടിക്കണം. അപ്പോൾ നമ്മുടെ അലീന നേരെ മേളിലോട്ട് വിളിച്ച് ചെല്ലണം. അപ്പോൾ എന്തേ സാറെന്ന് വെച്ചാൽ എൻ്റെ ആ കണ്ണാടി ഇങ്ങനെ എടുത്തു തരാൻ പറയും. അപ്പം അലീന എടുത്തു കൊടുക്കും. എന്നിട്ട് അവിടെ തന്നെ നിൽക്കുകയാണ്. നീ ഇങ്ങനെ അടുത്തോട്ട് വാ, എന്തേ സാറെന്ന് ചോദിക്കും. സാറോ, നിനക്ക് ഞാൻ എൻ്റെ മകളെന്ന സ്ഥാനവും അംഗീകാരവും തന്നു കഴിഞ്ഞിട്ട് പിന്നെ നീ എന്തിനാണ് ഇപ്പോൾ എന്നെ വീണ്ടും സാറെന്ന് വിളിക്കുന്നത്? അങ്ങനെയാണോ വിളിക്കേണ്ടത്? എന്താ നിനക്ക് എന്നെ അച്ഛാന്നോ അല്ലെങ്കിൽ പപ്പയെന്നൊക്കെ വിളിക്കാൻ മടിയാണോ എന്ന് ചോദിക്കും. അപ്പോൾ അലീന പറയാം അതല്ല, എന്നാൽ വിളിക്കുക, ഞാൻ കേൾക്കട്ടെ. അങ്ങനെ നമ്മുടെ അലീന അച്ഛാന്ന് വിളിക്കുകയാണ്. ബാലേന്ദ്രൻ അത് കേട്ടപ്പോൾ വല്ലാത്തൊരു ഇത്. എന്ന് വെച്ചാൽ സ്വന്തം അച്ഛനെ അമ്മയോ ഒന്നൊന്നും വിളിക്കാനൊരു ഭാഗ്യം ഉണ്ടായില്ലല്ലോ അലീനയ്ക്ക്. അലീനയുടെ കണ്ണുകൾ നിറഞ്ഞു കേട്ടോ. എന്നിട്ട് അച്ഛാന്ന് വിളിച്ചപ്പോൾ അവളുടെ ആ മനസ്സിൽ തൻ്റെ സ്വന്തം അച്ഛനല്ലെങ്കിൽ കൂടിയും തനിക്കൊരു അച്ഛൻ്റെ വാത്സല്യം അല്ലെങ്കിൽ അച്ഛൻ്റെ കരുതൽ ഒക്കെ തന്നത് ബാലേന്ദ്രനാണ്. അപ്പോൾ ആ ഒരു സ്നേഹം അപ്പോൾ അലീനയുടെ കണ്ണ് നിറയിക്കുകയാണ്. അത് കഴിഞ്ഞ് അലീന തിരിച്ച് സന്തോഷത്തോടെ ഇറങ്ങി വന്നപ്പോൾ കൃഷ്ണമോള് ചോദിച്ചു, ഓ എന്താ ഇത്ര വലിയ സന്തോഷം? അതെ, ഞാൻ ഇന്ന് അച്ഛാന്ന് വിളിച്ചു എന്നോ. അപ്പോൾ അച്ഛാന്നോ? ആ, ബാലേന്ദ്രൻ സാറിനെ ഇനി തൊട്ട് അച്ഛാന്ന് വിളിച്ചാൽ മതി എന്ന് പറഞ്ഞു. ആ, അതല്ലെങ്കിൽ അങ്ങനെയല്ലേ വേണ്ടത്. ഒരു മകൾ അച്ഛനെ അച്ഛാന്നല്ലാണ്ട് സാറെന്നാണോ വിളിക്കേണ്ടത്? മൂത്ത മകളല്ലേ ഈ കുടുംബത്തിലെ എന്ന് പറഞ്ഞു. അങ്ങനെ കൃഷ്ണമോക്ക് അലീനയ്ക്ക് ഒരുപാട് സന്തോഷമാവണം കേട്ടോ. അത് കഴിഞ്ഞ് നമ്മുടെ രേവതിക്കുട്ടി വിളിക്കുകയാണ്. അപ്പോൾ നമ്മുടെ രേവതിക്കുട്ടി വിളിച്ച് അപ്പം മുത്തശ്ശി ഫോൺ എടുത്തിട്ട് അലീനയൊക്കെ കൊടുക്കുകയാണ്. അങ്ങനെ അലീന സംസാരിക്കുകയാണ്. എവിടെയായിരുന്നു അലീന ചേച്ചി? ഞാൻ എന്തോ ഒരു ടെൻഷൻ അടിച്ചു എന്നറിയാവോ? എത്ര പ്രാവശ്യം ഞാൻ വിളിച്ചു എന്നറിയാവോ? ചേച്ചിക്കൊന്നും വിളിക്കാൻ പാടില്ലായിരുന്നോ? എപ്പോഴാണ് വന്നത്? എന്തായി കാര്യങ്ങൾ? അപ്പോൾ അലീന പറഞ്ഞു, കുഴപ്പമൊന്നുമില്ല മോളെ, ഇവിടെ സുഖമായിട്ടൊക്കെ ഇരിക്കുന്നുണ്ട്, കാര്യങ്ങളൊക്കെ ഒരു കുഴപ്പമില്ലാണ്ട് പോകുന്നുണ്ട്. അപ്പോൾ അലീന എന്നിട്ട് പറയുന്നുണ്ട്, ഇപ്പോഴേ എനിക്ക് ഈ വീട്ടിലൊരു സ്ഥാനമുണ്ട്, ഞാൻ ഇവിടുത്തെ മൂത്ത മകളോ? അതെ സാർ, എനിക്ക് മൂത്ത മകൾ എന്ന ഒരു അംഗീകാരമാണ് തന്നിരിക്കുന്നത്. അത് മാത്രമല്ല സാറിനെ അച്ഛാന്ന് വിളിച്ചാൽ മതിയെന്നാണ് പറഞ്ഞത്. ഞാനിപ്പോൾ അച്ഛാന്നാണ് വിളിക്കുന്നത്. അത് കേട്ടപ്പോൾ രേവതിക്കുട്ടിക്ക് വല്ലാത്തൊരു സന്തോഷമാവുകയാണ്. കാരണം സ്വന്തം അച്ഛനല്ലെങ്കിൽ കൂടിയും ആ ഒരു സ്നേഹവും ആ ഒരു അംഗീകാരവും അലീന ചേച്ചിക്ക് കിട്ടിയല്ലോ. ഇനി പതിയെ തന്നെയാണെങ്കിലും വൈജയും ഈ സത്യങ്ങളൊക്കെ അറിഞ്ഞ് ആ അമ്മയുടെ സ്ഥാനവും വാത്സല്യമൊക്കെ അലീനയ്ക്ക് കിട്ടും എന്നുള്ള ഒരിത് മനസ്സിൽ ചിന്തിക്കുകയാണ് രേവതിക്കുട്ടി. അങ്ങനെ കോളൊക്കെ വയ്ക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് പിന്നെ കാണിക്കണം നമ്മുടെ രാജീവിനെ വിളിക്കുകയാണ്. ഇതിങ്ങനെ പോയാൽ എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിഞ്ഞൂടാ രാജീവേട്ട, എനിക്ക് 3 ആങ്ങളമാരുണ്ടായിട്ട് ഒരു പ്രയോജനവും ഇല്ലാതെ പോയല്ലോ എന്ന് പറഞ്ഞ് വൈജ സങ്കടപ്പെട്ട് പറയാണ്. നീ ഒന്ന് സമാധാനപ്പെടും, ഞാനൊന്ന് ശിവേട്ടനെ വിളിക്കട്ടെ. എന്തായാലും ശിവേട്ടനെ വിളിച്ച് കഴിഞ്ഞിട്ട് കാര്യങ്ങൾ നമുക്ക് തീരുമാനിക്കാമെന്ന് പറയുന്നുണ്ട്. ഗംഗേട്ടനെ എന്തായാലും വിളിക്കുന്നില്ല. കാരണം എന്ന് വെച്ചാൽ ഗംഗേട്ടനെ വിളിച്ചിട്ട് കാര്യമില്ല, നിന്നെ വന്ന് ചെകിട് നോക്കി അടിയും കൊടുത്ത് പോയ ആളാണ്, പിന്നെ വിളിച്ചിട്ട് എന്ത് കാര്യം? അങ്ങനെ കാര്യങ്ങളൊക്കെ സംസാരിച്ചിട്ട് രാജീവ് ഫോൺ വയ്ക്കുകയാണ്. ആ ഫോൺ വെച്ചതിന് ശേഷം രാജീവ് ശിവേട്ടനെ വിളിക്കണം. എന്നിട്ട് ശിവേട്ടൻ്റെ അടുത്ത് കാര്യങ്ങളൊക്കെ പറയണം. കാരണം രാജീവ് ഇനി ഈ കേസിൽ ഇടപെട്ട് കഴിഞ്ഞല്ലോ, ഒരിക്കൽ വന്ന് ഇതുപോലെ പുറത്താക്കി കഴിഞ്ഞിട്ട് പിന്നെ അവളെയും വിളിച്ചുകൊണ്ടാണ് ബാലേന്ദ്രൻ തിരിച്ചു വന്നിരിക്കുന്നത്. അപ്പോൾ പിന്നെ ഇനി ചെന്നൊരു പ്രശ്നം ഉണ്ടാക്കുമ്പോൾ അത് കേസും വഴക്കിലേ കലാശിക്കുള്ളൂ. അങ്ങനെ ഒരു സിറ്റുവേഷൻ വരികയാണെങ്കിൽ
പോയിട്ടുണ്ടെങ്കിൽ പിന്നെ രാജീവിന് തിരിച്ച് ജോലിക്ക് പോക്ക് എന്തായാലും ഉണ്ടാവില്ല. അത് കുറച്ചും കൂടെ കോംപ്ലിക്കേറ്റഡ് ആവും എന്നുള്ളത് രാജീവിനറിയാം. അപ്പോൾ ശിവേട്ടനും പറഞ്ഞു വളരെ നോക്കിയും കണ്ട് നമ്മൾ കാര്യങ്ങൾ ചെയ്യണം. കാര്യം നമ്മുടെ വൈജയുടെ കേസാണ്. അപ്പോൾ രാജീവ് പറഞ്ഞു അവൾക്ക് അവിടെ നിൽക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ ഇവിടെ തറവാട്ടിൽ വന്ന് നിൽക്കട്ടെ എന്ന് രാജീവ് പറഞ്ഞു. അപ്പോൾ നമ്മുടെ ശിവൻ ചിന്തിക്കുകയാണ് ശിവേട്ടൻ അങ്ങനെ വരുമ്പോൾ കമലയ്ക്ക് ഇഷ്ടപ്പെടില്ല, അതാണ് ഒന്നാമത്തെ കാര്യം. പക്ഷേ എങ്കിലും രാജീവിൻ്റെ മുമ്പിൽ ശിവേട്ടന് അത് പറയാൻ പറ്റില്ലല്ലോ. അവൾക്ക് ഇഷ്ടമുള്ളതുപോലെ എന്താ ചെയ്യട്ടെ എന്ന് ശിവേട്ടനും പറഞ്ഞ് വെക്കുകയാണ്. എന്തായാലും കാര്യങ്ങളൊക്കെ വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ട് നിൽക്കുന്ന ഒരു സിറ്റുവേഷനാണ്. അപ്പോൾ എന്ത് ചെയ്യണമെന്നുള്ളത് അറിയില്ല. അപ്പോൾ ആലോചിച്ചിട്ട് നമുക്കൊരു തീരുമാനം എടുക്കാം. ഇനി ഒരു യുദ്ധമായിട്ട് അല്ലെങ്കിൽ ഒരു യുദ്ധത്തിനായിട്ട് നമുക്ക് പോകാൻ പറ്റില്ല. കാരണം എന്തെന്ന് വെച്ചാൽ ഒരിക്കൽ ചെന്ന് ഇതുപോലെ ഇനി നാണക്കെടാൻ പറ്റില്ല. അതുപോലെ അയാൾ രണ്ടും കൽപ്പിച്ചാണ് ബാലേന്ദ്രൻ നിൽക്കുന്നത്. നമ്മളെ കയ്യിൽ ഒതുങ്ങുന്ന കേസുമല്ല. അങ്ങനെ കാര്യങ്ങൾ ഇനി എന്ത് ചെയ്യണമെന്നുള്ള ആലോചിച്ച് നിൽക്കുകയാണ്. ആ സമയത്ത് നമ്മുടെ വൈജ എന്തോ ആവശ്യത്തിന് വേണ്ടി അടുക്കളയിൽ ചെന്നതാണ്. കാര്യം ബാലേന്ദ്രൻ പറഞ്ഞു ഇനി കാര്യങ്ങളൊക്കെ നോക്കിയും കണ്ടും ചെയ്താൽ മതി എന്ന് പറഞ്ഞു. വീട്ടിലെ ജോലിയൊന്നും അലീനയുടെ അടുത്ത് ചെയ്യേണ്ടെന്നാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷേ എങ്കിലും അലീനയുടേതായിട്ടുള്ള ജോലികളും കാര്യങ്ങളൊക്കെ അലീന ചെയ്യുന്നുണ്ട്. അങ്ങനെ അലീന അടുക്കളയിൽ എന്തോ ജോലിയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ വൈജ ഇടിച്ച് കയറി അങ്ങോട്ട് ചെല്ലുകയാണ്. നീ അധികാരം സ്ഥാപിച്ചു എന്നുള്ളൊരു ധാരണ നിൻ്റെ മനസ്സിലുണ്ടെങ്കിലേ നീ അതങ്ങ് മുളയിലേ നുള്ളിക്കളഞ്ഞേരേന്ന് വൈജയന്തി അലീനയുടെ അടുത്ത് പറയണേ. എന്നിട്ട് പറയുന്നുണ്ട് എടി നിനക്ക് എന്ത് യോഗ്യത ഉണ്ടെടി, അച്ഛൻ അച്ഛാന്ന് വിളിക്കണമെന്ന്, ആ മൂത്ത മകളുടെ സ്ഥാനം. അങ്ങനെ അലീനേനെ എത്രത്തോളം മോശമായിട്ട് ചിത്രീകരിച്ച് പറയാൻ പറ്റും അത്രത്തോളം പറയണ്. അപ്പോഴേക്ക് അലീന പിടിച്ച് നിൽക്കുകയാണ്. കാര്യം എന്തെന്ന് വെച്ചാൽ സ്വന്തം അമ്മ തന്നെയാണ് സ്വന്തം മകളുടെ അടുത്ത് ഈ പറയണത്. എവിടെയോ പിഴച്ച് പറ്റി ആരോ വല്ല റോഡിലും തെരുവിലും തള്ളിയിട്ട നിനക്ക് എന്ത് യോഗ്യത ഉണ്ടെടി ഈ വീട്ടിൽ കാലുകുത്താൻ. അങ്ങനെയൊക്കെ എത്രത്തോളം. പക്ഷേ നീ ഒന്നോർത്തോ, നീ എത്ര ജന്മം എടുത്തിരുന്നാലും നിൻ്റെ വാശി ജയിക്കുമെന്ന് നീ വിചാരിക്കേണ്ട എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ എന്തായാലും സാർ എന്നെ അച്ഛാന്ന് ഒരു മകളുടെ സ്ഥാനം തന്നു, ഒരു അച്ഛാന്ന് വിളിക്കാനുള്ള പെർമിഷനും തന്നു. ഇനി മാഡത്തിനും എന്നെ മകളായിട്ട് അങ്ങ് അംഗീകരിച്ചുകൂടെ? എങ്കിൽ പിന്നെ പ്രശ്നങ്ങൾ അങ്ങ് പരിഹരിക്കാമല്ലോ. ഞാൻ നിന്നെ മകളായിട്ട് എടി വൈജയന്തി 10 ജന്മം ജനിക്കണോടി, അങ്ങനെ ഒരു സ്ഥാനം നിനക്ക് നൽകണമെങ്കിൽ. അപ്പോൾ അലീന മനസ്സിൽ കരുതി പറയാണ് സ്വന്തം അമ്മ എന്നെയാണ് ഈ പറയണത്, അല്ലാണ്ട് വേറെ കരക്കാരുടെ അടുത്തല്ല ഞാൻ ഈ പറയണേന്നുള്ള രീതിയിൽ. പക്ഷേ അലീന പറയുന്നുണ്ട്, വൈജ പറയുന്നുണ്ട് നീ കുറിച്ച് വെച്ചോടി, എൻ്റെ ജീവനുള്ളിടത്തോളം കാലം ഞാൻ നിന്നെ എൻ്റെ ജീവൻ ഉണ്ടെങ്കിൽ, എൻ്റെ കൊക്കിന് ജീവൻ ഉണ്ടെങ്കിൽ നിന്നെ ഞാൻ ഇവിടെ നിന്ന് അടി ഇറക്കിയിരിക്കും, ഇല്ലെങ്കിൽ ഈ വൈജയന്തിയുടെ പേര് നീ മാറ്റിയിട്ടോടി എന്ന് പറയുന്നുണ്ട്. എന്നിട്ട് അലീന ഒന്നും മിണ്ടുന്നില്ല. അലീനയ്ക്ക് കുറച്ച് സങ്കടം വരുന്നുവെങ്കിലും മാക്സിമം പിടിച്ച് നിൽക്കുകയാണ് കേട്ടോ. അങ്ങനെ കാര്യങ്ങളൊക്കെ ഏകദേശം കഴിഞ്ഞ് ഒരുവിധം പറഞ്ഞ് സെറ്റാക്കിയൊക്കെ ഈ വൈജ ദേഷ്യപ്പെടുകയാണ്. പക്ഷേ അലീന അതൊന്നും ഓർത്ത് വിഷമിക്കില്ല. അപ്പോൾ കൃഷ്ണമോള് വന്ന് പറയുന്നുണ്ട് അലീനേച്ചി ഇതൊന്നും ഓർത്ത് വിഷമിക്കേണ്ട, അമ്മയുടെ സ്വഭാവം അലീനേച്ചിക്ക് അറിയാമല്ലോ, നമുക്ക് എത്ര പറഞ്ഞാലും അമ്മ മനസ്സിലാക്കില്ല, അതുകൊണ്ട് ചേച്ചി അതൊന്നും ഓർത്ത് എന്തിനാ മോളെ, എനിക്കൊരു വിഷമവും ഇല്ല, ഞാൻ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി പാകപ്പെടുത്തി മനസ്സിനെ തയ്യാറാക്കി വെച്ചിട്ടുണ്ട്, അതുകൊണ്ട് ഇപ്പോൾ ഞാൻ അതിനെക്കുറിച്ചൊന്നും ഓർത്ത് അധികം വിഷമിക്കുന്നില്ല എന്ന് അലീന പറയുന്നുണ്ട്. അപ്പം മുത്തശ്ശി ഒരു വശത്തിരുന്ന് ചിന്തിക്കുകയാണ് ബാലേന്ദ്രൻ ഇത്രയും സ്ഥാനം ഈ നമ്മുടെ അലീനയ്ക്ക് കൊടുക്കുന്നത് എന്തുകൊണ്ടായിരിക്കും. അപ്പോഴാണ് അലീന അകത്തോട്ട് കയറി ചെല്ലണത്. അപ്പം മുത്തശ്ശി ചോദിക്കുന്നുണ്ട് എന്തായി കാര്യങ്ങളൊക്കെ, ഇനി മുതൽ ഞാൻ ബാലേന്ദ്രൻ സാറിനെ അച്ഛ എന്നാണ് വിളിക്കണേന്ന് പറയുന്നുണ്ട്. അച്ഛാന്നോ? ഇത് കേട്ടിട്ട് മുത്തശ്ശി ആകെ ഞെട്ടിത്തെറിക്കുകയാണ്. കാരണം ഇത്രയ്ക്കും അധികാരവും സ്ഥാനവും കൊടുക്കണമെങ്കിൽ എന്തോ ഇതിൻ്റെ പിന്നിലുണ്ടല്ലോ. എന്നിട്ടും മുത്തശ്ശി അത് മനസ്സിൽ വെച്ചിട്ട് അലീനയുടെ അടുത്ത് ചോദിക്കുന്നുണ്ട് അതെ ഈ വൈജിയും ബാലേന്ദ്രനും തമ്മിൽ ഇത്രയും ശത്രുത വരാനുള്ള കാരണം എന്താണെന്ന് നിനക്കറിയോ? അതെനിക്ക് എങ്ങനെ അറിയാം മുത്തശ്ശി, എനിക്കറിയില്ല എന്ന് നമ്മുടെ അലീന പറയുന്നുണ്ട്. പക്ഷേ കാര്യങ്ങൾ കൈവിട്ട് പോയ കണക്കാണ്. പക്ഷേ എന്തായാലും അലീന മുത്തശ്ശിക്ക് അധികം മറുപടി കള്ളം പറയേണ്ടി വരും. കാരണം അധികം മറുപടിയൊന്നും കൊടുക്കാനായിട്ട് പറ്റുന്നില്ല. കാരണം മുത്തശ്ശിയുടെ ചോദ്യങ്ങളെല്ലാം ആ തരത്തിലുള്ള ചോദ്യങ്ങളായിരുന്നു. അപ്പോൾ അലീനയ്ക്ക് എന്ത് പറയണമെന്നോ മറുപടി എന്ത് പറയണം എന്നുള്ളത് അലീനയ്ക്ക് ഒട്ടും തന്നെ അറിയില്ല. കാരണം കള്ളം പറയേണ്ടി വരില്ല മുത്തശ്ശിയുടെ അടുത്ത്. കാര്യം ഇതിൻ്റെ സത്യാവസ്ഥ എന്താണ് എന്നുള്ളത് അലീനയ്ക്ക് ശരിക്കും അറിയാമല്ലോ. താൻ മകളാണ് എന്നുള്ള സത്യം സ്വന്തം അമ്മ മനസ്സിലാക്കിയില്ല, പക്ഷേ ബാലേന്ദ്രൻ സാർ അച്ഛൻ മനസ്സിലാക്കിയിട്ടുണ്ട്. അതാണ് ഇവിടെ വന്നിരിക്കുന്ന മെയിൻ ഇഷ്യൂ. പക്ഷേ അത് പുറത്ത് പറയാൻ പറ്റില്ലല്ലോ. എന്തായാലും വരുന്നിടത്ത് വെച്ച് ഇനി വരട്ടെ എന്നുള്ള രീതിയിൽ അലീനയെ നിൽക്കുകയാണ്. അപ്പം നമ്മുടെ മഴതോറും മുമ്പ് സീരിയലിൻ്റെ ഏകദേശം ഒരു രീതി ഒരു 1 ട്വിസ്റ്റിലോട്ടാണ് പോകുന്നത്. ഇനി അതിൻ്റെ ഇടയിൽ നമ്മുടെ വൈജയന്തി
വൈജയന്തി ബാഗിലോട്ട് ഡ്രസ്സും കാര്യങ്ങളൊക്കെ എടുത്ത് വെക്കുകയാണ്. അടുത്തൊരു വെല്ലുവിളിയായിട്ട് വൈജയന്തി ബാലചന്ദ്രനെ വെല്ലുവിളിക്കും പോലെയുള്ള ഒരു പെർഫോമൻസിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇനി ഏത് രീതിയിലൊക്കെയാണ് വരുന്നതെന്നുള്ളതൊന്നും അറിയില്ല. അപ്പോൾ എന്തായാലും ഒരു വൻ ട്വിസ്റ്റാണ് ഇനി വരുന്ന ഓരോ എപ്പിസോഡിലും മഴതോറും മുമ്പേ വരുന്നത്. നമുക്ക് കണ്ടു തന്നെ അറിയാം. അപ്പോൾ എല്ലാവരും നമ്മുടെ പ്രൊമോ വീഡിയോസ് ലൈക്ക് അടിച്ച് കാണാൻ ശ്രമിക്കുക. ഒപ്പം തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഒരു ശുഭരാത്രി പറഞ്ഞുകൊണ്ട് നമ്മുടെ മഴതോറും മുൻപേ സീരിയലിൻ്റെ റിവ്യൂ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. ബൈ ബൈ, ടാറ്റാ, ഗുഡ് നൈറ്റ്.